ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ദശകം 55 വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. ദശകം 55 കാളിയമർദ്ദനാണ്. അപ്പോൾ അത് കഴിഞ്ഞു. 56ാമത്തെ ദശകമാണ്. കഴിഞ്ഞു എന്ന് പൂർണ്ണമായിട്ട് പറയാനായിട്ടില്ല. കാളിയ ഗർവ ശമനവും ഭഗവത് അനുഗ്രഹവുമാണ് 56ാമത്തെ ദശകത്തിലുള്ളത്. 56ാമത്തെ ദശകത്തിൽ ആകെ 10 ശ്ലോകങ്ങളാണുള്ളത്. അതെല്ലാം തന്നെയും ദ്രുത വിളംബിതം എന്ന വൃത്തത്തിലുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ചൊല്ലിത്തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം രുചിര കമ്പിത കുണ്ടല മണ്ഡല സുചിരമീശനർത്തിത പന്നകേ അമരതാടിതദുന്ദുഭിസുന്ദരം വിയതി ഗായതി ദൈവതയൗവതേ. ഒന്നുകൂടി ചൊല്ലാം. രുചിര കമ്പിത കുണ്ടല മണ്ഡല സുചിരമീശനർത്തിത പന്നകേ അമരതാടിതദുന്ദുഭിസുന്ദരം വിയതി ഗായതി ദൈവതയൗവതേ. 56ാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഭട്ടതിരിപ്പാട് നാഥ എന്ന് ഭഗവാനെ വിളിക്കുകയാണ്. അല്ലയോ നാഥ. നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു അല്ലേ, ഭഗവാൻ ഇങ്ങനെ കാളിയൻ്റെ മേലെ നൃത്തം ചെയ്തു. അതിന് കയ്യിലെ വളകളും കാൽ തളകളും ഒക്കെ അതിന് താളം പിടിച്ചു എന്നൊക്കെ പറഞ്ഞു അല്ലേ. അതിനൊപ്പം ഇങ്ങനെ ചലിക്കുന്നത് കണ്ണിനും കാതിനും ഒക്കെ വളരെ സുഖമുള്ള കാര്യമായിരുന്നു എന്ന് നമ്മൾ 55ാമത്തെ ദശകത്തിൻ്റെ വിവരണം പറയുമ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 56ാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ആകാശത്ത് നിന്നും ദേവന്മാര് ധുന്ദുബിയിൽ താളം പിടിക്കുകയാണ്. ആ ധുന്ദുബിയുടെ താളത്തിനൊപ്പം ദേവസ്ത്രീ സമൂഹം പാട്ട് പാടുകയാണ്. അപ്പം പാട്ടായി, വാദ്യമായി അല്ലേ. പാട്ട് ദേവസ്ത്രീ സമൂഹം ആലപിക്കുകയാണ്. ദേവന്മാര് ധുന്ദുബിയിൽ താളം പിടിക്കണമുണ്ട്. ധുന്ദുബിയിൽ ഇങ്ങനെ കൊട്ടി താളം പിടിക്കണമുണ്ട്. അതിനൊപ്പം ഭഗവാൻ ഇങ്ങനെ ഇളകിയാടുന്ന വളരെ ഭംഗിയേറിയ കുണ്ടലങ്ങളോടുകൂടി ഇങ്ങനെ കാളിയൻ്റെ ഭണങ്ങളുടെ മുകളിൽ അതിമനോഹരമായിട്ട് കുറേ നേരം നൃത്തം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഭഗവാൻ കളിക്കുന്ന സമയത്ത്, നൃത്തം ചെയ്യുന്ന സമയത്ത് ഭഗവാന്റെ ഭംഗിയുള്ള കുണ്ടലങ്ങൾ അതും താളത്തിനൊപ്പം ആടുന്നുണ്ട്. ദേവസ്ത്രീ സമൂഹം പാട്ട് പാടുന്നുണ്ട്. ദേവന്മാര് ധുന്ദുബിയിൽ താളം പിടിക്കുന്നതുമുണ്ട്. അപ്പോൾ അതാണ് ഭഗവാന്റെ നൃത്തത്തെ വർണ്ണിച്ചിരിക്കുകയാണ് 1ാമത്തെ ശ്ലോകത്തിൽ. അപ്പോൾ 1ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഭഗവാൻ ദേവന്മാരുടെ ധുന്ദുബിയിലുള്ള താളത്തിനൊപ്പവും ദേവസ്ത്രീ സമൂഹത്തിൻ്റെ പാട്ടിനൊപ്പവും ഇളകിയാടുന്ന വളരെ മനോഹരമായിട്ടുള്ള കുണ്ടലങ്ങളോടുകൂടി കാളിയൻ്റെ ഭണങ്ങളുടെ മുകളിൽ വളരെ നേരം നൃത്തം ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 2ാമത്തെ ശ്ലോകം ചൊല്ലാം. നമതി യദ്യതമുഷ്യ ശിരോഹരേ പരിവിഹായ തതുന്നതമുന്നതം പരിമതൻ പദപങ്കരുഹാചിരം വ്യഹരതാകരതാളമനോഹരം. ഒന്നുകൂടി ചൊല്ലാം. നമതി യദ്യതമുഷ്യ ശിരോഹരേ പരിവിഹായ തതുന്നതമുന്നതം പരിമതൻ പദപങ്കരുഹാചിരം വ്യഹരതാകരതാളമനോഹരം. 2ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് സംസാര ദുഃഖങ്ങൾ അകറ്റുന്ന ഭഗവാനെ എന്നാണ് 2ാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് ഭഗവാനെ വിളിക്കുന്നത്. സംസാര ദുഃഖങ്ങളിൽ നിന്നൊക്കെ നമ്മളെ അകറ്റുന്ന ആളാണ് ഭഗവാൻ അല്ലേ. അപ്പോൾ സംസാര ദുഃഖം അകറ്റുന്ന ഭഗവാനെ, ഭഗവാൻ ഇങ്ങനെ കാളിയൻ എന്ന സർപ്പത്തിന് മുകളിൽ നൃത്തം ചെയ്യുന്ന സമയത്ത് ഏതൊരു ശിരസാണോ കുനിയുന്നത് ആ ശിരസിനെ വിട്ട് ഉയർന്നു നിൽക്കുന്ന ശിരസിന് മുകളിൽ ചവിട്ടി
ഭഗവാൻ നൃത്തം ചെയ്തു എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ്? ഭഗവാന്റെ താമരയാകുന്ന പാദങ്ങളാൽ നൃത്തം ചെയ്തു. ഭഗവാന്റെ പാദങ്ങൾ താമര തന്നെയാണെന്ന് പറയുകയാണ്. അപ്പം താമരയാകുന്ന പാദങ്ങളാൽ നൃത്തം ചെയ്തു. അപ്പം കാളിയന് അനേകം ശിരസ്സുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം അതിൽ ഏത് ശിരസാണോ കുനിയുന്നത് എന്ന് വെച്ചാൽ ഭഗവാൻ ഇങ്ങനെ ഭണങ്ങളുടെ മുകളിൽ കയറി നൃത്തം ചെയ്യുന്ന സമയത്ത് ഏത് ശിരസിലാണോ ചവിട്ടുന്നത് ആ ശിരസ് ഇങ്ങനെ താണു പോവും. അപ്പോൾ ആ ശിരസിനെ വിട്ട് ഉയർന്നു നിൽക്കുന്ന ശിരസ് ഏതാണ് അതിലേക്ക് ചാടി ആ ശിരസിനെ ചവിട്ടി താഴ്ത്തും. അങ്ങനെ മനോഹരമാകുന്ന താമര തന്നെ ആകുന്ന പാദങ്ങൾ കൊണ്ട് ഭഗവാൻ കാളിയൻ എന്ന സർപ്പത്തിൻ്റെ ഭണങ്ങളുടെ മേൽ കൈ താളത്താൽ, കരങ്ങളുടെ താളത്താൽ മനോഹരമാകും വിധം നൃത്തം ചെയ്തു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ശ്ലോകത്തിലും നൃത്തം ചെയ്യുന്നതിനെ തന്നെയാണ് വിവരിക്കുന്നത്. അപ്പോൾ സംസാര ദുഃഖങ്ങൾ അകറ്റുന്ന ഭഗവാനെ അങ്ങ് കാളിയൻ എന്ന സർപ്പത്തിൻ്റെ മുകളിൽ ഏത് ശിരസാണോ കുനിഞ്ഞു നിൽക്കുന്നത് ആ ശിരസ് വിട്ട് ഉയർന്നു നിൽക്കുന്ന ശിരസിന് മുകളിൽ താമരയാകുന്ന പാദങ്ങളാൽ ചവിട്ടി വളരെ മനോഹരമായി, കണ്ണിന് വളരെ മനോഹരമാകുന്നൊരു കാഴ്ചയാണത്. അങ്ങനെ വളരെ മനോഹരമായി കുറേ നേരം നൃത്തം ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം. ത്വതവ ഭഗ്ന വിഭുഗ്ന ഭണാഗണേ ഗളിത ശോണിത ശോണിത പാദസി ഭണിപദാവവസീദതി സന്നതാസ്തദബലാസ്തവ മാധവ പാദയോ. ഒന്നുകൂടി ചൊല്ലാം. ത്വധവ ഭഗ്ന വിഭുഗ്ന ഭണാഗണേ ഗളിത ശോണിത ശോണിത പാദസി ഭണിപദാവവസീദതി സന്നത സ്തധബലാസ്തവ മാധവ പാദയോ. മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഭഗവാൻ അങ്ങനെ തുടർച്ചയായിട്ട് കാളിയൻ്റെ പത്തികളുടെ മേലെ നൃത്തം തുടർന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കാളിയൻ്റെ പത്തികൾ കുറേ ഒടിഞ്ഞതും മടങ്ങിയതും ഒക്കെ ആയി. പത്തികളൊക്കെ ഇങ്ങനെ ഒടിഞ്ഞും മടങ്ങിയതും ഒക്കെ ആയി. അതിൽ നിന്നും ചോര ഒലിക്കാൻ തുടങ്ങി. ചോര ഒലിച്ചിട്ട് ആ യമുനാ നദി പോലും ചുവപ്പ് നിറമായി എന്നാണ് പറയുന്നത്. യമുനയെ പോലും ചുവപ്പിച്ചു. അപ്പം അത്ര കണ്ട് ചോര ആ കാളിയൻ്റെ ശരീരത്തിൽ നിന്നും വന്നു. അങ്ങനെയാണ് ഭഗവാൻ കാളിയൻ്റെ ഭണങ്ങളുടെ മുകളിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാളിയൻ എന്ന ആ മഹാസർപ്പം, വിഷസർപ്പം തളർന്നു. അതിനി ഒന്നും ചെയ്യാൻ വയ്യാതെയായി. ആ സമയത്ത് കാളിയൻ്റെ ഭാര്യമാർ വന്ന് ഭഗവാന്റെ കാൽക്കൽ വീണു അല്ലേ. സ്വന്തം ഭർത്താവിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് കാളിയൻ്റെ ഭാര്യമാർ ഭഗവാന്റെ കാൽക്കൽ വന്ന് വീണു എന്നാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. കാളിയൻ്റെ മേൽ ഭഗവാൻ തുടർച്ചയായി നൃത്തം ചെയ്തപ്പോൾ കാളിയൻ്റെ പത്തികളൊക്കെ ഒടിഞ്ഞതും മടങ്ങിയതും ഒക്കെ ആയി. അതിൽ നിന്നും ചോര ഒലിക്കുകയും യമുനാ നദി പോലും ചുവപ്പ് നിറമായി മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ കാളിയൻ എന്ന വിഷസർപ്പം തളർന്നു. ആ സമയം കാളിയൻ്റെ ഭാര്യമാർ വന്ന് ഭഗവാന്റെ കാൽക്കൽ വീണു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചൊല്ലാം. അയി പുരൈവ ചിരായ പരിശ്രുത ത്വധനുഭാവ വിലീന ഹൃതോഹിത മുനിഭിരപ്യനവാപ്യ പതൈസ്തവൈർനുനുവുരീശ ഭവന്ധമയന്ത്രിതം. ഒന്നുകൂടി ചൊല്ലാം. അയി പുരൈവ ചിരായ പരിശ്രുത ത്വധനുഭാവ വിലീന ഹൃദോഹിത മുനിഭിരപ്യനവാപ്യ പതൈസ്തവൈർനുനുവുരീശ ഭവന്തമയന്ത്രിതം. നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഈ നാഗപത്നിമാർ, അതായത് കാളിയൻ എന്ന സർപ്പത്തിൻ്റെ ഭാര്യമാർക്ക് ഭഗവാന്റെ മഹത്വം നന്നായി അറിയാമായിരുന്നു. അതായത് ഭഗവാന്റെ മഹത്വം അറിഞ്ഞവരാണ് ഈ നാഗപത്നിമാർ. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയാണ്, അല്ലയോ ലോകനാഥ, ഭഗവാന്റെ മഹത്വം അറിയാവുന്ന ഈ നാഗപത്നിമാർ മുനിമാർക്ക് പോലും അറിയാത്ത സ്തോത്രങ്ങൾ ചൊല്ലി, അതായത് മുനിമാർക്ക് പോലും പ്രാപ്യമല്ലാത്ത സ്തോത്രങ്ങൾ ചൊല്ലി ഭഗവാനെ സ്തുതിച്ചു എന്നാണ് പറയുന്നത്. അതായത് മുനിമാർക്ക് പോലും പ്രാപ്തമാവാത്ത
തത്വരഹസ്യങ്ങൾ, അതായത് ഭഗവത് പ്രീതിക്ക് ഏറ്റവും ഹേതുവാകുന്ന അത്തരം സ്തോത്രങ്ങൾ ഈ നാഗപത്നിമാർക്ക് അറിയാമായിരുന്നു. അവരത് അത്ര കണ്ട് ഭഗവാന്റെ ഭക്തകളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഭഗവാന്റെ ഉത്തമ ഭക്തരാണ് ആ നാഗപത്നിമാർ, ഭഗവാന്റെ മഹത്വം അറിയാവുന്നവരാണ്. അപ്പോൾ അവർ ആ സ്തോത്രങ്ങളൊക്കെ ചൊല്ലി ഭഗവാനെ അങ്ങ് സ്തുതിച്ചു. വളരെ നേരം സ്തുതിഗീതങ്ങൾ പാടി ഭഗവാനെ സ്തുതിച്ചു എന്നാണ് 4ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 4ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. അല്ലയോ ലോകനാഥ, ഭഗവത് മഹത്വം അറിയാവുന്ന ഈ നാഗപത്നിമാർ മുനിമാർക്ക് പോലും പ്രാപ്യമാവാത്ത സ്തോത്രങ്ങൾ കൊണ്ട് ഭഗവാനെ വളരെ നേരം സ്തുതിച്ചു. ഭഗവാനെ ആ സ്തുതികളും സ്തോത്രങ്ങളും കൊണ്ട് സ്തുതിച്ചു എന്നാണ് പറയുന്നത്. ആ സ്തോത്രങ്ങളൊക്കെയും രഹസ്യങ്ങളാണ്. ഭഗവാന്റെ പ്രീതിക്ക് പാത്രമാവുന്ന, അല്ലെങ്കിൽ ഭഗവാൻ ഏറ്റവും അധികം പ്രിയങ്കരമായിട്ടുള്ള സ്തോത്രങ്ങളാണ് അതിൽ ഒളിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള തത്വരഹസ്യങ്ങളാണ്. അത് ചൊല്ലി ആ നാഗപത്നിമാർ ഭഗവാനെ സ്തുതിച്ചു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 5ാമത്തെ ശ്ലോകം ചൊല്ലാം. ഭണിവധൂഗണഭക്തിവിലോകന പ്രവികസത് കരുണാകുലചേതസ ഭണിപതിർഭവതാച്യുത ജീവിതസ്ത്വയി സമർപ്പിതമൂർത്തിരവാനമത്. ഒന്നുകൂടി ചൊല്ലാം. ഭണിവധൂഗണഭക്തിവിലോകന പ്രവികസത് കരുണാകുലചേതസ ഭണിപതിർഭവതാച്യുത ജീവിതസ്ത്വയി സമർപ്പിതമൂർത്തിരവാനമത്. 5ാമത്തെ ശ്ലോകം ഭട്ടതിരിപ്പാട് തുടങ്ങുന്നത് ഭഗവാനെ നാശമില്ലാത്തവനെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. ഭഗവാൻ നാശമില്ലാത്തവനാണ് അല്ലേ. അപ്പോൾ ആ നാഗപത്നിമാരുടെ ഭക്തിയുടെ പാരവശ്യം കൊണ്ട് ഭഗവാന്റെ മനസ്സലിഞ്ഞു. ഭഗവാൻ കരുണാമയനാണ് അല്ലേ. ഭഗവാൻ ഭക്തവത്സലനാണ്. തൻ്റെ ഭക്തന്മാരൊരാവശ്യം പറഞ്ഞാൽ ഭഗവാൻ അതൊരിക്കലും നിരസിക്കാൻ കഴിയില്ല. അപ്പോൾ ആ നാഗപത്നിമാരുടെ അപേക്ഷ കാരണം, നാഗപത്നിമാരുടെ ഭക്തി കണ്ട് കാളിയൻ്റെ ജീവിതം തിരികെ കൊടുക്കുകയാണ് ചെയ്തത്. ഇത് മനസ്സിലാക്കിയ കാളിയൻ സ്വയം തിരിച്ചറിഞ്ഞു, അഹങ്കാരമൊക്കെ ശമിച്ചു, തൻ്റെ ശരീരം മുഴുവനും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ കാൽക്കൽ നമസ്കരിച്ചു എന്നാണ് 5ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. കാളിയൻ്റെ അഹങ്കാരമൊക്കെ ഒന്ന് അടങ്ങി ഭഗവാന് ആ ശരീരം മുഴുവനായിട്ട് സമർപ്പിച്ച് ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അപ്പോൾ അതിന് കാരണമായത് എന്താണ്? കാളിയൻ്റെ പത്നിമാരുടെ ഭക്തിയാണ് കാരണമായത്. അപ്പോൾ ഭക്തി കൊണ്ട് നേടാൻ സാധിക്കാത്തത് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക. ഭഗവാൻ അത്ര ദേഷ്യത്തിലായിരുന്നു കാളിയനോട് അല്ലേ. ഭഗവാൻ അത്രയേറെ പ്രിയപ്പെട്ട പശുക്കളെയും ഗോപകുമാരന്മാരെയും ഒക്കെയാണ് കാളിയൻ ആക്രമിച്ചത്. എന്നിട്ടും ഭഗവാൻ ആ കാളിയൻ്റെ പത്നിമാരുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ, ആ ഭക്തിക്ക് മുമ്പിൽ ആ തെറ്റുകളൊക്കെ ക്ഷമിച്ച് കാളിയൻ്റെ ജീവിതം തിരികെ കൊടുത്തു. അതാണ്, അത്രയേ ഉള്ളൂ 5ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. നാഗപത്നിമാരുടെ ഭക്തി പാരവശ്യം കൊണ്ട് ഭഗവാന്റെ മനസ്സലിഞ്ഞു. കരുണാമയനായ ഭഗവാൻ കാളിയനോട് ക്ഷമിച്ചു. അവൻ്റെ ജീവിതം തിരികെ കൊടുത്തു. തെറ്റ് മനസ്സിലാക്കിയ കാളിയൻ തൻ്റെ ശരീരം മുഴുവനും ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകം ചൊല്ലാം. രമണകം വ്രജവാരിതി മദ്യകം ബണിരിപൂർണകരോതി വിരോധിതാം ഇതി ഭവദ്വചനാന്യതിമാനയൻ ഭണിപതിർനിരഗാദുരഗൈ സമം. ഒന്നുകൂടി ചൊല്ലാം. രമണകം വ്രജവാരിതി മദ്യകം ഭണിരിപൂർണകരോതി വിരോധിതാം ഇതി ഭവദ്വചനാന്യതിമാനയൻ ഭണിപതിർനിരഗാദുരഗൈ സമം. 6ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഭഗവാൻ കാളിയനോട് പറയുകയാണ്, കടലിന് നടുക്ക് രമണകം എന്ന പേരുള്ള ദ്വീപുണ്ട്, നീ അങ്ങോട്ടേക്ക് പോവുക എന്ന് പറഞ്ഞു. സർപ്പശത്രുവായിട്ടുള്ള ഗരുഡൻ്റെ ഉപദ്രവം ഉണ്ടാവുകയില്ല എന്നും പറഞ്ഞ് കാളിയനെ ആശ്വസിപ്പിച്ചു.
ഭഗവാന്റെ വാക്കുകളെ ബഹുമാനിക്കുന്ന കാളിയൻ മറ്റു സർപ്പങ്ങളോടുകൂടി ആ രമണക ദ്വീപിലേക്ക് പുറപ്പെട്ടു എന്നുമാണ് 6ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ കടലിന് നടുക്ക് രമണകം എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്, അങ്ങോട്ടേക്ക് പോവുക എന്ന് ഭഗവാൻ കാളിയനോട് പറയുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ നാരായണീയത്തിൽ ഇങ്ങനെ ചുരുക്കി പറയുന്നു. ഞാൻ പറഞ്ഞിരുന്നു അന്ന് കൊച്ചു ടി വിയിലെ കാർട്ടൂണിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ലിറ്റിൽ കൃഷ്ണ. അതിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഭഗവാൻ ചവിട്ടിക്കഴിഞ്ഞപ്പോൾ കാളിയൻ്റെ വിഷം മുഴുവനും പുറത്തേക്ക് എടുത്തു ഭഗവാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാളിയന് പേടിയായി, ഇനി വിഷമില്ലാത്ത സർപ്പമാണ് ഞാൻ, അപ്പോൾ എന്നെ ഇനി ആർക്ക് വേണമെങ്കിലും ആക്രമിക്കാൻ സാധിക്കും, ഗരുഡൻ വന്ന് എന്നെ ആക്രമിച്ചാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറയുകയാണ്, ആ ശിരസിൽ ഞാൻ നൃത്തം ചെയ്തുവല്ലോ, എൻ്റെ കാൽപ്പാടുണ്ട് ആ നിൻ്റെ ശിരസിൽ, അതുള്ളിടത്തോളം കാലം ഒരിക്കലും ഗരുഡൻ നിന്നെ ആക്രമിക്കുകയില്ല എന്ന് കാളിയനോട് ഭഗവാൻ പറഞ്ഞു എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. അതായത് അത് കൊച്ചു കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ രീതിയിലാണ് അത് വിവരിക്കുന്നത്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ആ കാർട്ടൂണിൽ കഥ പറയുന്നത്. അപ്പോൾ നമ്മുടെ നാരായണീയത്തിൽ പറയുന്നത് കാളിയനോട് ഭഗവാൻ പറഞ്ഞു, കടലിന് നടുക്ക് രമണകം എന്ന് പേരുള്ള ഒരു ദ്വീപുണ്ട്, അങ്ങോട്ടേക്ക് നീ പോവുക എന്ന് പറഞ്ഞു. ഭഗവാന്റെ വാക്കുകളെ ബഹുമാനിക്കുന്ന കാളിയൻ മറ്റു സർപ്പങ്ങളോടുകൂടി അങ്ങോട്ടേക്ക് പോയി. ഭഗവാൻ ഒന്നുകൂടി പറഞ്ഞു, സർപ്പശത്രുവായ ഗരുഡൻ്റെ ഉപദ്രവം നിനക്കവിടെ ഉണ്ടാവുകയില്ല എന്നും പറഞ്ഞു. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം ചൊല്ലാം. ഭണിവധൂജനദത്തമണിവ്രജ ജ്വലിതഹാരധുകൂലവിഭൂഷിത തടഗദൈ പ്രമദാശ്രുവിമിശ്രിതൈ സമഗതാസ്വചനൈർദിവസാവതൗ. ഒന്നുകൂടി ചൊല്ലാം. ഭണിവധൂജനദത്തമണിവ്രജ ജ്വലിതഹാരധുകൂലവിഭൂഷിത തടഗദൈ പ്രമദാശ്രുവിമിശ്രിതൈ സമഗതാസ്വചനൈർദിവസാവതൗ. 7ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് നാഗപത്നിമാർക്ക് ഭഗവാനോട് അത്യധികമായിട്ടുള്ള ഭക്തി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ നാഗപത്നിമാർ ഭഗവാന് മിന്നുന്ന രത്നങ്ങളുടെ സമൂഹമടങ്ങിയ മാലകൾ സമ്മാനിച്ചു എന്നാണ് പറയുന്നത്. അതായത് നല്ല രത്നങ്ങൾ, നല്ല ഭംഗിയുള്ള തിളങ്ങുന്ന രത്നങ്ങളുള്ള മാലകൾ ഭഗവാനെ സമ്മാനിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഭഗവാനെ അലങ്കരിച്ചു. കൂടാതെ കുറേ അധികം പട്ടുവസ്ത്രങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ആ പട്ടുവസ്ത്രങ്ങളും രത്നം പതിച്ച മാലകളും ഒക്കെ ഇട്ട് അലങ്കരിച്ചാണ് ഭഗവാനെ നാഗപത്നിമാർ ഭഗവാനോടുള്ള നന്ദി അറിയിക്കുന്നതും ഭക്തി അറിയിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള രത്നമാലകളും പട്ടുമൊക്കെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടവനായി ഭഗവാൻ തീരത്തേക്ക് ഏകദേശം പകൽ സമയം കഴിയാറായപ്പോൾ എന്നും പറയുന്നുണ്ട്. പകൽ സമയം കഴിയാറായപ്പോൾ ഭഗവാൻ കൂട്ടുകാരുടെ അടുത്തേക്ക് എത്തി. അവരാണെങ്കിലോ യമുനാ തീരത്ത് നിന്ന് ആനന്ദബാഷ്പം അണിഞ്ഞവരായിരുന്നു എന്ന്. ഭഗവാൻ ഇങ്ങനെ കാളിയന് മേൽ നൃത്തം ചെയ്യുന്നതും കാളിയനെ പറഞ്ഞയക്കുന്നതും ഒക്കെ കണ്ട് ആനന്ദ കണ്ണീരോടുകൂടി തീരത്ത് കാത്തു നിൽക്കുകയായിരുന്നു ഭഗവാന്റെ കൂട്ടുകാർ. അവരുടെ അടുക്കലേക്ക് ഭഗവാൻ ചെന്നു എന്നുള്ളതാണ് 7ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 7ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. നാഗപത്നിമാർ നൽകിയ രത്നങ്ങളുടെ സമൂഹം ഉൾപ്പെടുന്ന വളരെ മിന്നുന്ന തിളക്കമാർന്ന രത്നങ്ങൾ പതിച്ച മാലകൾ, പട്ടുവസ്ത്രം തുടങ്ങിയവയൊക്കെ കൊണ്ട് സർവാലങ്കാര വിഭൂഷിതനായി ഭഗവാൻ തീരത്തേക്ക് ഭഗവാന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് ചെന്നു. ഇതൊക്കെ കണ്ട് ആനന്ദ കണ്ണീരണിഞ്ഞ് നിൽക്കുകയായിരുന്നു കൂട്ടുകാർ യമുനയുടെ തീരത്ത്. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം ചൊല്ലാം. നിശിപുനസ്തമസാവ്രജമന്ദിരം വ്രജിതുമക്ഷമയേവ ജനോത്കരേ സ്വപതി തത്ര ഭവച്ചരണാശ്രയേ ഭവകൃശാനുരരുന്ധ സമന്ദത. ഒന്നുകൂടി ചൊല്ലാം. നിശിപുനസ്തമസാവ്രജമന്ദിരം വ്രജിതുമക്ഷമയേവ ജനോത്കരേ സ്വപതി തത്ര ഭവച്ചരണാശ്രയേ ഭവകൃശാനുരരുന്ധ സമന്ദത.
ഏഴാമത്തെ ശ്ലോകത്തിലെ ഭഗവാൻ തിരിച്ച് കൂട്ടുകാരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു സമയം എന്ന് പറഞ്ഞു അല്ലേ. ഒരു ദിവസത്തിൻ്റെ പകുതി കഴിഞ്ഞിരുന്നു. അപ്പോൾ തിരിച്ച് ഗോകുലത്തിലേക്ക് അവരവരുടെ ഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോകാം എന്ന് വെച്ചാൽ ഇരുട്ട് പരക്കാൻ തുടങ്ങി എങ്ങും. അപ്പോൾ ഇനി രാത്രി യാത്ര അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കി ഭഗവാന്റെ പാദങ്ങൾ തന്നെ അവർക്ക് ആശ്രയം എന്ന് ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നുണ്ട്. അവരെല്ലാവരും ഭഗവാനെ തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഭഗവാന്റെ പാദങ്ങൾ തന്നെ ആശ്രയം എന്ന് കരുതി എല്ലാവരും ആ യമുന തീരത്ത് തന്നെ കിടന്നുറങ്ങി. ആ ഉറങ്ങുന്ന സമയത്ത് ചുറ്റും കാട്ടുതീ പടർന്നു എന്നാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. അവരിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് കാട്ടുതീ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ എട്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. യമുനയുടെ തീരത്ത് നിന്നും തിരിച്ച് അവരവരുടെ ഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ അവർ തീരുമാനിക്കുന്ന സമയത്ത് ഏകദേശം ഇരുട്ട് പടർന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ ഇനി ചെന്നാൽ ഇരുട്ടാകും, രാത്രി യാത്ര അതത്ര ശരിയാവില്ല എന്ന് മനസ്സിലാക്കി, അതത്ര സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കി ഭഗവാന്റെ പാദങ്ങളെ മാത്രം ആശ്രയിച്ച് അവർ യമുനാ നദിയുടെ തീരത്ത് കിടന്നുറങ്ങി. അവർ കിടന്നുറങ്ങുന്ന സമയത്ത് എങ്ങും ചുറ്റും കാട്ടുതീ പടർന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം ചൊല്ലാം. പ്രഭുതിതാനഥ പാലയ പാലയേത്യുധയദാർത്തരവാൻ പശുപാലകാൻ അവിതുമാശുപപാതമഹാനലം കിമിഹ ചിത്രമയം ഖലു തേ മുഖം. ഒന്നുകൂടി ചൊല്ലാം. പ്രഭുതിദാനഥ പാലയ പാലയേത്യുധയദാർത്തരവാൻ പശുപാലകാൻ അവിതുമാശുപപാതമഹാനലം കിമിഹ ചിത്രമയം ഖലു തേ മുഖം. 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അങ്ങനെ യമുനയുടെ തീരത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് കാട്ടുതീ ഉണ്ടായി എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അല്ലേ. അനന്തരം ആ ചൂടേറ്റ് ഈ ഗോപന്മാരൊക്കെ ഉണർന്നു. നോക്കുന്ന സമയത്ത് എന്താണ്, ചുറ്റും കാട്ടുതീ പരന്നിരിക്കുകയാണ്. അപ്പോൾ ചൂട് ഏൽക്കുന്നുണ്ട്. അപ്പോൾ അവർ രക്ഷിക്കണേ രക്ഷിച്ചാലും എന്ന് വളരെ ദയനീയമായിട്ട് കരഞ്ഞു. അപ്പോൾ തൻ്റെ ഭക്തന്മാരെ അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ ഭഗവാൻ അതൊരിക്കലും സഹിക്കുകയില്ല അല്ലേ. അപ്പോൾ ഭഗവാൻ ആ അഗ്നി മുഴുവനും കുടിച്ചു എന്നാണ് പറയുന്നത്. ആ അഗ്നി മുഴുവനും കുടിച്ചു തീർത്തു എന്ന് പറയുന്നു. എന്നിട്ട് ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഇതിൽ അതിശയമൊന്നും തന്നെ ഇല്ല. ഭഗവാന്റെ മുഖം തന്നെ അഗ്നിയാണല്ലോ. അപ്പോൾ ഇതിൽ അഗ്നിപാനം ചെയ്തതിൽ അതിശയമൊന്നും പറയാനില്ല എന്ന് ഭട്ടതിരിപ്പാട് പറയുകയാണ്. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത് ദേവന്മാരൊക്കെ അഗ്നിമുഖന്മാരാണ് എന്നാണ് പറയുക. അപ്പോൾ ഭഗവാനും ദേവനാണ്. അപ്പോൾ ഭഗവാന്റെ മുഖവും അഗ്നിയാണ്. അപ്പോൾ ഭഗവാൻ അഗ്നിപാനം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയമൊന്നുമില്ല എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ 9ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ചുറ്റും കാട്ടുതീ പടർന്നപ്പോൾ ചൂടേറ്റ് അവരൊക്കെ ഉണർന്നപ്പോൾ എങ്ങും തീ കണ്ട് ഭയന്ന് അവരൊക്കെ രക്ഷിച്ചാലും എന്ന് ദയനീയമായി കരഞ്ഞു വിളിച്ചു. അപ്പോൾ ഭഗവാൻ തൻ്റെ ഗോപന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി, ദയനീയമായി കരയുന്ന തൻ്റെ പ്രിയപ്പെട്ട ഗോപന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ആ അഗ്നി മുഴുവനും പാനം ചെയ്തു. ഇതിൽ അതിശയം ഒന്നും തന്നെയില്ല, ഭഗവാന്റെ മുഖം തന്നെ അഗ്നിയാണല്ലോ എന്ന് ഭട്ടതിരിപ്പാട് 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നു. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം ചൊല്ലാം. ശിഖിനി വർണ്ണതയേവ ഹി പീതത പരിലസത്യധുനാ ക്രിയയാപ്യസൗ ഇതി നുത പശുപൈർമുതിതൈർവിഭോ ഹര ഹരേ ദുരിതൈ സഹ മേഘദാൻ. ഒന്നുകൂടി ചൊല്ലാം. ശിഖിനി വർണ്ണതയേവ ഹി പീതത പരിലസത്യധുനാ ക്രിയയാപ്യസൗ ഇതി നുത പശുപൈർമുതിതൈർവിഭോ ഹര ഹരേ ദുരിതൈ സഹ മേഘദാൻ. 10ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, അങ്ങനെ ഭഗവാൻ അഗ്നിപാനം ചെയ്തു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ഗോപന്മാരൊക്കെ കൂടി പറയുകയാണ്, അഗ്നിക്ക് നാമം കൊണ്ട് മാത്രമേ പീതം എന്ന പേരുണ്ടായിരുന്നുള്ളൂ, മഞ്ഞ നിറം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ക്രിയ കൊണ്ടും പീതം എന്നുള്ള നാമം കിട്ടി. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പീതം എന്ന വാക്കിന്
മഞ്ഞ നിറം എന്നും പാനം ചെയ്യുക എന്നും അർത്ഥമുണ്ട്. അപ്പോൾ അഗ്നിക്ക് പൊതുവെ പീത നിറമാണ് അല്ലേ, മഞ്ഞ നിറമാണ് അഗ്നിക്ക്. അപ്പോൾ അങ്ങനെ പേരിൽ മാത്രം മഞ്ഞ നിറമുണ്ടായിരുന്ന അഗ്നിക്ക് ഇപ്പോൾ ക്രിയ കൊണ്ടും പീതം എന്നുള്ള പേര് കിട്ടി. അതായത് ഭഗവാൻ പാനം ചെയ്തുവല്ലോ അഗ്നിയെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും നാമം കിട്ടിയെന്ന് അത് സന്തോഷം കൊണ്ട് ഇങ്ങനെ ആ ഗോപന്മാർ പറയുകയാണ്, സന്തോഷം കൊണ്ട് ഗോപന്മാർ പറയുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാനെ അവർ സ്തുതിച്ചു. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു, ഭഗവാനെ, അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങ് എന്നെ എൻ്റെ പാപങ്ങളോട് കൂടി എൻ്റെ ദുഃഖത്തെ എൻ്റെ രോഗത്തെ ഇല്ലാതാക്കിയാലും, എന്ന് വെച്ചാൽ എൻ്റെ ദുഃഖവും എൻ്റെ രോഗവും ഇല്ലാതാക്കിയാലും ശമിപ്പിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് 10ാമത്തെ ശ്ലോകവും 56ാമത്തെ ദശകവും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ 10ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. അഗ്നിക്ക് പീത നിറം എന്നുള്ളത് പേരിൽ മാത്രം ഉണ്ടായിരുന്നു, അതായത് കാഴ്ചയ്ക്ക് മാത്രമായിരുന്നു അഗ്നിക്ക് മഞ്ഞ നിറം. ഇപ്പോൾ ക്രിയ കൊണ്ടും അഗ്നിക്ക് പീതം എന്നുള്ള വാക്ക് കിട്ടി, അല്ലെങ്കിൽ പേര് കിട്ടി എന്ന് പറയുകയാണ്. അപ്പോൾ പാനം ചെയ്യുക എന്ന അർത്ഥമുണ്ട് പീതം എന്ന വാക്കിന്. അപ്പോൾ ഭഗവാൻ പാനം ചെയ്തതോടുകൂടി അഗ്നിക്ക് കാഴ്ചയിൽ മാത്രമല്ല ക്രിയയിലും പീതം എന്നുള്ള വാക്കിന് അർഹത നേടി അഗ്നി എന്ന് സന്തോഷത്തോടുകൂടി ഗോപന്മാർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. ഭട്ടതിരിപ്പാട് പറയുകയാണ്, പാപങ്ങളോടുകൂടി എൻ്റെ രോഗത്തെ ഭഗവാനെ അങ്ങ് ശമിപ്പിച്ചാലും എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് 10ാമത്തെ ശ്ലോകവും 56ാമത്തെ ദശകവും അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ 10 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. രുചിരകമ്പിത കുണ്ഡലമണ്ഡല സുചിരമീശ നനർത്തിത പന്നകേ അമരതാഡിത ധുന്ധുഭിസുന്ദരം വിയതി ഗായതി ദൈവതയൗവതേ നമതി യദ്യതമുഷ്യ ശിരോഹരേ പരിവിഹായ തതുന്നതമുന്നതം പരിമദൻ പദപങ്കരുഹാചിരം വ്യഹരതാകരതാളമനോഹരം ത്വധവ ഭഗ്നവിഭുഗ്നഭണാഗണേ ഗളിതശോണിതശോണിതപാദസി ഭണിപദാവവസീദതി സന്നതാസ്തദബലാസ്തവ മാധവ പാദയോ അയി പുരൈവ ചിരായ പരിശ്രുതത്വധനുഭാവ വിലീന ഹൃദോഹിതാ മുനിഭിരപ്യനവാപ്യ പദൈസ്തവൈർനുനുവുരീശ ഭവന്ധമയന്ത്രിതം ഭണിവധൂഗണഭക്തിവിലോകന പ്രവികസത്കരുണാകുലചേതസാ ഭണിപതിർഭവധാച്യുത ജീവിതസ്ത്വയി സമർപ്പിതമൂർത്തിരവാനമത് രമണകം വ്രജവാരിതി മധ്യകം ഭണിരിപൂർണകരോതി വിരോതിതാം ഇധി ഭവത്വചനാന്യതി മാനയൻ ഭണിപതിർനിരഗാതുരഘൈ സമം ഭണിവധൂജനദത്തമണിവ്രജജ്വലിതഹാരധുകൂല വിഭൂഷിത തടഗദൈ പ്രമതാശ്രുവിമിശ്രിതൈ സമഗദാസ്വചനൈർദിവസാവദൗ നിശിപുനസ്തമസാവ്രജമന്ദിരം വ്രജിതുമക്ഷമയേവ ജനോത്കരേ സ്വപതി തത്ര ഭവച്ചരണാശ്രയേ ഭവകൃശാനുരരുന്ദ സമന്തത പ്രഭുതിതാനദ പാലയ പാലയേത്യുദയദാർത്തരവാൻ പശുപാലകാൻ അവിതുമാശുപപാതമഹാനലം കിമിഹ ചിത്രമയം ഖലു തേ മുഖം ശിഖിനി വർണ്ണതയേവ ഹി പീതത
പരിലസത്യധുനാ ക്രിയയാപ്യസൗ ഇതി നുത പശുപൈർമുദിതൈർവിഭോ ഹര ഹരേ ദുരിതൈ സഹ മേ ഗദാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ നമ്മൾ 56-ാമത്തെ ദശകം പൂർത്തിയാക്കിയിട്ടുണ്ട്. 55-ാമത്തെ ദശകത്തിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് അപ്ലോഡ് ചെയ്യാം. അത് അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ 46 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങൾ ഒന്നിച്ചുള്ളതും ഞാൻ അപ്ലോഡ് ചെയ്യാം. ഭഗവത്ഗീതയുടെ വീഡിയോ ഉടനെ തന്നെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. കഴിയുന്നതും ഈ ആഴ്ചയിൽ തന്നെ അത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഇതുപോലെ തന്നെ തുടർന്നും കാണുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റുകളിൽ അറിയിക്കുക. ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. വീണ്ടും അടുത്ത വീഡിയോവുമായിട്ട് 57-ാമത്തെ ദശകവുമായിട്ട് വരാം. അതുവരെ ഹരി ഓം.